മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹം എന്ത് ദീനാണ് പുതുതായി കൊണ്ടുവന്നിട്ടുള്ളത്? ഒന്നും അദ്ദേഹം പുതുതായി കൊണ്ടുവന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ കിതാബിൽ നിന്ന് ഇവർ കാണിച്ചു തരട്ടെ. അള്ളാഹുവിന്റെ കിതാബിൽ ആയത്തുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ, അതിൽ മുൻഗാമികളുടെ വാക്കുകൾ, അതിൽ നമുക്ക് കിട്ടുന്ന ഗുണപാഠങ്ങൾ, ഇതല്ലാതെ അദ്ദേഹം ഒന്നും ഒരു പുതിയ വാദവും പറഞ്ഞിട്ടില്ല. പക്ഷേ പണ്ട് മുതലേ ബാത്തിലിന്റെ ആളുകളുടെ സ്വഭാവമാണ് ജനങ്ങളെ വെറുപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യും, ഓരോ ലഖബുകൾ, ഓരോ പേരുകൾ വിളിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോ ശത്രുക്കൾ എന്ത് വിളിച്ചു? സാബിയാണ്. സാബി എന്താ? സാബി എന്നാൽ ഒരു ദീനിൽ നിന്ന് പുറത്തേക്ക് പോയി വേറൊരു ദീനിലേക്ക് കയറിയിട്ടില്ല. അങ്ങനെ ഒരു വിഭാഗത്തിനാണ് സാബിയ എന്ന് പറയുക. സാബികൾ, ഇത് സാബികളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു. നമ്മളെ കാക്കാകാരന്മാരെ ചീത്ത വിളിക്കുന്നവർ, ആബാഇന്റെ ദീനിനെ തള്ളി പറയുന്നവർ, നമ്മെ ഭിന്നിപ്പിച്ചവർ എന്നൊക്കെ പല ലഖബുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു. മജ്നൂൻ, സാഹിർ, ഇതൊക്കെ അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ചതാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അതേ ദീൻ ആര് പറയുന്നോ എല്ലാ കാലത്തും ഇതുപോലെ ലഖബുകൾ, ഇതുപോലുള്ള മോശമായ പേരുകൾ, ഇരട്ട പേരുകൾ അവർ കേൾക്കേണ്ടി വരും. അങ്ങനെയാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹം പഠിപ്പിച്ച ആശയം അദ്ദേഹം സ്വന്തമായി പഠിപ്പിച്ചല്ല, കിതാബിലും സുന്നത്തിലും വന്ന ആ ആശയം, മുൻഗാമികളുടെ മാർഗം അത് സ്വീകരിച്ചവരെ അവർ വിളിച്ചു വഹാബി, വഹാബികളാണെന്ന്. യഥാർത്ഥത്തിൽ ആ വിളി തന്നെ തെറ്റാണ്. പറയുമ്പോ കളവ് പറയുമെങ്കിൽ നേരെ പറയുമോ? അതും പറയില്ല. അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് എന്നാണ്. മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് ഇബ്നു സുലൈമാൻ അത്തമീമി റഹിമഹുല്ലാഹ്. മുഹമ്മദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഉപ്പാന്റെ പേരാണ് അബ്ദുൽ വഹാബ്. അപ്പൊ ഒരാളിലേക്ക് ചേർത്തി വിളിക്കണമെങ്കിൽ അയാളുടെ പേരാണ്. ഇപ്പൊ ജഹ്മു ബിൻ സഫ്വാൻ എന്ന് പേരുള്ള പഴച്ചൊരുവൻ പണ്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവന്റെ ആളുകളെ ജഹ്മി എന്ന് വിളിക്കും. ജഹ്മിയാക്കൾ എന്ന് വിളിക്കും. അവനിലേക്കാണ് ചേർത്ത് വിളിക്കുന്നത്. എന്നതുപോലെ ചേർത്ത് വിളിക്കണമെങ്കിൽ മുഹമ്മദി എന്ന് വിളിക്കണം. പക്ഷെ അത് ശരിയാവൂല. മുഹമ്മദി എന്ന് വിളിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആളുകൾ മുഹമ്മദിയൂൻ, മുഹമ്മദിയാക്കൾ എന്ന് മുസ്ലിങ്ങളെ മറ്റുള്ള ആളുകൾ പറയാറുണ്ട്. മുഹമ്മദൻസ് ലോ, എന്താ മുസ്ലിങ്ങളുടെ നിയമം എന്ന് പറയാറുണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ മുഹമ്മദി എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചേർത്തുന്നായി പോവോ? അതുകൊണ്ട് മാറ്റി ഉപ്പാന്റെ പേരിലേക്ക് അത് അബ്ദ് ചേർക്കാതെ വഹാബി എന്ന് വിളിച്ചു. പക്ഷേ കിണറ്റിൽ വീഴാണ്ടിരിക്കാൻ നടന്നപ്പോൾ വീണത് കടലിലാണ് എന്ന് പറഞ്ഞതുപോലെ വഹാബ് അള്ളാഹിന്റെ പേരാണ്. അൽ വഹാബ് അള്ളാഹുവിന്റെ പേരാണ്. അപ്പൊ അള്ളാഹിലേക്ക് ചേർത്തി പറഞ്ഞു അഹ്ലുല്ലാ എന്ന് അള്ളാഹു ഖുർആനെ പറ്റി, ഖുർആന്റെ ആളുകളെ പറ്റി പറഞ്ഞില്ലേ, ഖുർആനിന്റെ ആളുകൾ അഹ്ലുല്ലാ അള്ളാഹിന്റെ ആളുകളാണ് എന്ന് പറഞ്ഞതുപോലെ വഹാബി എന്ന് വിളിച്ചു. പേരിൽ അൽഹംദുലില്ലാ യാതൊരു പ്രയാസമില്ല, അള്ളാഹിന്റെ ആളുകൾ എന്നേ അതിന് അർത്ഥം വരുള്ളൂ. ശരിയാണ്, അവർ ആ പേര് വിളിക്കുന്ന ആളുകൾ അള്ളാഹിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നവരാണ്. ഈ ഖുബൂറിനെയും ശുയൂഖിനെയും, നിങ്ങൾ ഈ ശൈഖന്മാരെയും ഖബറുകളെയല്ല ഇബാദത്ത് ചെയ്യേണ്ടത്, അള്ളാഹു സുബ്ഹാനഹു വ തആല വഹാബായ അള്ളാഹിനാണ് ഇബാദത്ത് ചെയ്യേണ്ടത് എന്ന് പറയുന്നവരാണ് വഹാബികൾ. അവർ വഹാബികൾ എന്ന് വിളിക്കുന്നവർ. അപ്പോ പല കവികളും പാടിയിട്ടുള്ളതുപോലെ ഇത് തൗഹീദും സുന്നത്തും അള്ളാഹിനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നതുമൊക്കെ വഹാബിയത്താണെങ്കിൽ ഞാൻ വഹാബി തന്നെയാണ് എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്.